ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചുരിദാർ കട്ടിങ് വീഡിയോ ആണ്. സ്ലിറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, ചുരിദാറിൻ്റെ ലൈനിങ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇവിടെ 6 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഷോൾഡർ എടുക്കുന്നത്, കൈക്കുഴി എടുക്കുന്നത്, ഷേപ്പ് എടുക്കുന്നത് എല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഷോൾഡർ നമുക്ക് 6 ഇഞ്ച് ഒരു ഷോൾഡർ എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. കഴുത്ത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ലൈനിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് മറിച്ചടിച്ച് അല്ലെങ്കിൽ ക്യാൻവാസ് വച്ചോ ഉപയോഗിച്ച് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ വണ്ണം വരുന്നതെന്ന് പറഞ്ഞാൽ 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് വണ്ണം മുകളിൽ നിന്ന് താഴെ വരെ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്ത് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സീം അലവൻസ് എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഇനി നമുക്ക് കൈക്കുഴി എടുക്കാം. കൈക്കുഴിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് നീളത്തിൽ കൈക്കുഴി എടുത്തിട്ടുണ്ട്. അതേപോലെ അതൊന്ന് ചതുരത്തിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈക്കുഴി വരയ്ക്കുന്നത് ഷേപ്പ് ചെയ്യുന്നതൊന്നും പറയുന്നില്ല. കാര്യം പഴയ വീഡിയോസിലെല്ലാം ഞാനിത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൈക്കുഴി ഷേപ്പ് ചെയ്യുന്ന അളവുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് ബോഡിയുടെ ഷേപ്പ് എവിടം വരെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 13 ഇഞ്ചിലാണ് നമുക്ക് ബോഡി ഷേപ്പ് വരുന്നത്. ആ 13 ഇഞ്ചിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 38 ഇഞ്ച് ലെങ്താണ് ഇവിടെ വരുന്നത്. എനിക്ക് 38 ഇഞ്ച് ലെങ്ത് വേണം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ സ്ലിറ്റ് വീതി എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് സ്ലിറ്റ് വരെയുള്ള നീളമാണ്. സ്ലിറ്റ് എവിടം വരെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. മുകളിൽ നിന്ന് 19 ഇഞ്ച് വരെയാണ് നമുക്ക് സ്ലിറ്റിൻ്റെ എടുത്ത് കട്ട് ചെയ്യേണ്ടത്. 19 ഇഞ്ച് തൊട്ട് താഴോട്ടാണ് നമുക്ക് സ്ലിറ്റ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വരെ നമുക്ക് നമ്മുടെ വണ്ണം ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിടാം. 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്ത് 11 ഇഞ്ച് വണ്ണം മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ 13 ഇഞ്ചിൻ്റെ അടുത്ത് 1.5 ഇഞ്ച് ഷേപ്പ് എടുത്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് 19 ഇഞ്ചിൻ്റെ അടുത്തോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കിട്ടും. 1 ഇഞ്ച് പോലും വ്യത്യാസം വരത്തില്ല. കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് 13 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. താഴത്തെ വീതി എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. നമുക്ക് സ്ലിറ്റ് കട്ട് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 19 ഇഞ്ചിൽ നിന്ന് താഴെ മാർക്ക് ചെയ്ത 13 ഇഞ്ചിലോട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കാം. 6 ഇഞ്ച് ലെങ്തിലും 3 ഇഞ്ച് കഴുത്തകലത്തിലും നമുക്ക് റൗണ്ട് ഷേപ്പിൽ കഴുത്ത് വെട്ടിയെടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ
കൈക്കുഴി ഫ്രണ്ടിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കൈ വെട്ടുമ്പോഴും ഫ്രണ്ടിലത്തെ പോർഷനൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കൈ വെട്ടാം. ചെറിയ കൈയാണ്, ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് ലെങ്തിൽ വരുന്ന ചെറിയ കൈയാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് കൈ വെട്ടിയെടുക്കാം. കൈയുടെ അളവെന്ന് പറയുന്നത് 10 ഇഞ്ച് വീതിയിലും 6.5 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ കൈ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇനി ടോപ്പിന് ലൈനിങ് എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് നോക്കാം. ലൈനിങ് ഇവിടെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. നീളത്തിൽ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഭാഗം എല്ലാം ഒരു സൈഡിലും ഫോൾഡിങ് ഭാഗം എല്ലാം ഒരു സൈഡിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വെട്ടി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചുരിദാറിൻ്റെ തുണി ഒന്ന് ലൈനിങ്ങിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഷേപ്പിലൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി അധികം ഇട്ടിട്ടാണ് കൈക്കുഴി ഭാഗത്ത് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ടോപ്പിൻ്റെ താഴ്ഭാഗം ഒരു 1-1.5 ഇഞ്ചോളം മടക്കി വെച്ചതിന് ശേഷം ലൈനിങ് വെട്ടിയെടുക്കുക. കൈക്കും കൂടി ഇനി ലൈനിങ് ഒന്ന് വെട്ടിയെടുക്കാം. കൈക്ക് ലൈനിങ് വെക്കണമെന്ന് നിർബന്ധമില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൈക്ക് ലൈനിങ് വെച്ചാൽ മതി. അപ്പോൾ സ്ലിറ്റ് കട്ടിങ്ങും ലൈനിങ് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ള നമ്മുടെ വീഡിയോ കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.